ആയിരിക്കും. P എന്ന് പറയുന്നത് P0 ആയിരിക്കും. റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ എന്താ സംഭവിക്കുക? റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ എന്താ? R is equal to alpha R into N into P അല്ലേ? റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാമല്ലോ. R is equal to alpha R into N0 P0. ഇതിന്റെ അടുത്ത സംഭവം കോൺസെൻട്രേഷൻ്റെ അകത്ത് അഥവാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ എന്തോ നേരത്തെ പറഞ്ഞത് N0 എന്ന് പറയുന്നതും P0 എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു N0 is equal to P0 is equal to Ni. നമുക്ക് Ni തന്നെ എടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തായിരുന്നു ഇൻട്രിൻസിക്, അതായത് R is equal to ആൽഫ ആർ ഇൻറ്റു ഇവിടെ N0ക്ക് പകരം നമുക്ക് P0ക്ക് പകരം നമുക്ക് Ni എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുന്ന രീതി എന്ന് പറയുന്നത് is equal to alpha r into ni square. I is equal to alpha r into ni square ആണ് നമുക്ക് കിട്ടിയത്. ആൽഫ ആർ ഇൻറ്റു ni സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ni സ്ക്വയർ എന്ന് പറയുന്നതാണ് g of t. നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ആർ ഇൻറ്റു ni സ്ക്വയർ g of t എഴുതാം. അപ്പം r of is equal to g of t ആണ്. Hope you understand. r of t. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ equilibrium rate of generation is equal to rate of recombination. നമ്മൾ തെർമൽ ജനറേഷൻ റേറ്റിൽ g of t ഇക്വേഷൻ എഴുതി, അതുപോലെ ആറിന്റെ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുന്നത് N0 P എന്ന് പറയുന്നത് P0 ആണ്. അതുപോലെയുള്ള കണ്ടീഷനാണ് N0 P0 is equal to Ni ആണ്. N0 equal to P0 is equal to Ni ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവസാനം കിട്ടിയ ഇക്വേഷൻ എന്താ? ആൽഫ ആർ ഇൻറ്റു Ni സ്ക്വയർ എന്ന് കിട്ടി. Ni സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സോ ഹിയർ ഈസ് ദ പ്രൂഫ്. റീകോമ്പിനേഷൻ റേറ്റ് is equal to generation rate, or at thermal equilibrium we can say that the rate of generation rate is equal to the rate of recombination rate. This is the proof. ഇനിയാണ് നമ്മൾ ഡോപ്പിംഗ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. The process of adding controlled impurities to intrinsic semiconductor as to increase conductivity. അതായത് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് the process is called doping. ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന സെമി കണ്ടക്ടറിനെ എന്ത് പറയും? ആ കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടറിന്റെ പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ അകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, അതായത് ലാസ്റ്റ് വാലൻസ് ഷെല്ലിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ രണ്ട് രീതിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പെന്റാവാലന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും, ട്രൈവാലന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായി. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് N ടൈപ്പും ഉണ്ട്, P ടൈപ്പും ഉണ്ട്. N ടൈപ്പ് എന്ന് പറയുമ്പോൾ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. സോ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു, അതിനാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. P ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. പെന്റാവാലന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർ എക്സാമ്പിൾ ഫോസ്ഫോറസ്, ആർസെനിക് വെച്ച് നമുക്ക് ഡോപ്പ് ചെയ്യാം. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ഇതൊക്കെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, അതേസ് നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഈ ട്രൈവാലന്റിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ബോറോൺ, ഗാലിയം, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ നമുക്ക് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാകുന്നത്, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ അകത്ത് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. അങ്ങനെ കിട്ടിയ ഡോപ്ഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആർ ദെയർ ഓഫ് ടു ടൈപ്സ്, N ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നൈട്രജൻ, ഫോസ്ഫോറസ്, ആർസെനിക് വെച്ച് നമുക്ക് ഡോപ്പ് ചെയ്യാം. P ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇതൊക്കെ വെച്ച് നമുക്ക് ആസ് എ നട്ട്ഷെൽ ഇതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഓപ്പറേഷനാണ്. ഓക്കെ, എ ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ. അതുപോലെ നമ്മൾ P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ നോക്കുന്നതായിരിക്കും. N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പറഞ്ഞതുപോലെ ഒരു പെന്റാവാല്യൂ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നത്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ശരിക്കും എനർജി ബാൻഡ് ഡയഗ്രത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻ എനർജി ലെവൽ, ദാറ്റ് മീൻസ് അറ്റ് 0 കെൽവിൻ, ടെമ്പറേച്ചർ അറ്റ് 0 കെൽവിൻ ആയിരിക്കും. സോ ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അതൊരു എനർജി ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ എനർജി ലെവലാണ്
നമ്മൾ ED എന്ന് പറയുന്നത്. അറ്റ് 0 Kelvin, 0 Kelvinൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അറ്റ് 0 Kelvin these levels is completely occupied with electrons. ഓക്കെ, അതായത് the fifth electron, അതായത് ഫിഫ്ത്ത് ഇലക്ട്രോൺ മീൻസ് ആ ഒരു ഫിഫ്ത്ത് ഓർബിറ്റിലുള്ള പെൻഡാവാലൻറ്റിലുള്ള ബാക്കി ഇലക്ട്രോൺസ് അത്രയും കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയിരിക്കും. എവിടെ? ഈ എനർജി ലെവലിൽ ഒക്യുപ്പൈഡ് ആയിരിക്കും. നോർമലി വാലൻസ് ബാൻഡ് ഇവിടെ ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് എംപ്റ്റി ആയിരിക്കും. 0 Kelvin ആകുമ്പോൾ അഥവാ ഒരു പെൻഡാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എനർജി ലെവൽ ഇൻട്രൊഡ്യൂസ് ആകത്തില്ലേ? ആ എനർജി ലെവലിനകത്തോട്ട് ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കും. സോ ഈ ഇലക്ട്രോൺസ് ഇവിടെ ഒരു ഹോളിനുണ്ടാക്കി എല്ലാം ഈ ഒരു എനർജി ലെവലിൽ ചെന്ന് ഫില്ലാവും. ഓക്കെ, ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് EDയിലോട്ട് പോയി ഒക്കുപ്പൈ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് ഉള്ളത് ED എന്ന് പറഞ്ഞ എനർജി ലെവലിലാണ്. ഓക്കെ, വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഹോൾ അവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി T greater than 0 Kelvin. That means when the temperature slightly increases, this level, that means this ED, the level ED starts to donate electrons. Okay, അതായത് ഈ ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് നേരെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ഈ ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് സ്ട്രെയിറ്റ്ലി കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഡൊണേറ്റ് ആവും. ഈ ലെവലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ED എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡോണർ ലെവൽ എന്ന് വിളിക്കാം. ED can be said as or called as donor level because they donate the electrons to the empty conduction band. This is the main process here. So okay, ഞാൻ ഒന്നും കൂടെ പറയാം. The pentavalent impurity which is introduced, that introduces an energy level in band, okay, which is called ED. At 0 Kelvin, these levels get completely occupied with the electrons. When the temperature slightly increases, these levels donate electrons to the empty conduction band, is called donor level. Hope you understand. Conduction band ഇവിടെ EC ആണ്. As you know, valence band ഇവിടെ EV ആണ്.